ഹലോ എവരി വൺ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മുടെ ടോപ്പിക്കാൻ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമോ? പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമോ? കിട്ടും. നമ്മൾ പ്രാർത്ഥിച്ചാൽ, നമ്മൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ, നമ്മൾ ദൈവത്തോട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കണമെന്നല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നൊരു പ്രാർത്ഥനയുണ്ട്. ആ ഒരു മനസ്സിൻ്റെ ഒരു ഉരുക്കമില്ലേ, ഒരു വേദന, ആ ഒരു വേദനയോടുകൂടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം തീർച്ചയായിട്ടും നടക്കും. ഈ പ്രാർത്ഥന മാത്രമല്ല കേട്ടോ, എൻ്റെ ദൈവം എനിക്കിത് കിട്ടണേ, എനിക്കത് കിട്ടണേ, എനിക്കത് സാധിച്ചു തരണേ, അയ്യോ എനിക്കത് ഇങ്ങനെയുള്ള പ്രാർത്ഥനയല്ല. നമുക്കത് കിട്ടി എന്ന് പറഞ്ഞിട്ട് വേണം പ്രാർത്ഥിക്കാൻ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇപ്പോൾ എനിക്കൊരു 10,000 രൂപ വേണം, എൻ്റെ അടുത്തില്ല. ഇപ്പം നമ്മളൊരാളോട് ചോദിക്കാൻ തീരുമാനിച്ചു, ആ ഒരാൾ നമുക്ക് തരുമോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ഒരാൾ നമുക്ക് തരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ മനസ്സിനുള്ളിൽ തരുമോ, തന്നില്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സംശയം വെക്കരുത്. ഞാൻ പ്രാർത്ഥിക്കണേണ്, എൻ്റെ ദൈവമേ എനിക്ക് 10,000 രൂപ തന്നതിൽ എൻ്റെ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. അത് ഒരു സംശയമോ ഒരു കളങ്കമോ ഇല്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചാലില്ലേ, ചോദിച്ചാലില്ലേ, നടന്നിരിക്കും. നമ്മുടെ മനസ്സിൽ കള്ളത്തരം പാടില്ല, കളങ്കം പാടില്ല, നടക്കൂ. നമ്മൾ പ്രാർത്ഥിക്കണേ, ദൈവം എനിക്ക് 10,000 രൂപ കിട്ടി നന്ദി പറയുന്നു, എനിക്ക് ദൈവം എനിക്ക് 10,000 രൂപ കിട്ടി നന്ദി പറയുന്നു. ഇപ്പുറത്ത് കിട്ടുമോ, തരുമോ, അല്ല വിളിക്കുമോ, ഷോ, ആ സംശയമില്ല. നമ്മളത് കിട്ടിയെന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി നടക്കുക. എനിക്കത് കിട്ടി, എൻ്റെ ആവശ്യം കഴിഞ്ഞു. ആ ഒരു പൈസ കിട്ടിയിട്ട് നമുക്ക് എന്താണ് നടക്കാനുള്ളത്, അത് നടന്നതായിട്ട് നമ്മൾ എന്താ പറയുക, തിങ്ക് ചെയ്യുക, നടന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. തീർച്ചയായിട്ടും അത് നടന്നിരിക്കും. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, ഇങ്ങനൊരു വിഷ്വലൈസേഷൻ ഇത് നടക്കുമെന്നുള്ളത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ചെറിയ കാര്യങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം തന്നിരിക്കും. ആ പ്രാർത്ഥന ഏറ്റവും ശക്തമായിരിക്കണം, അതിനൊരു ഫോക്കസ് വേണം, അത് ഏറ്റവും ഷാർപ്പുമായിരിക്കണം. അവിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കണം, അവിശ്വാസമില്ലാതെ ചോദിക്കണം. നമ്മൾ ദൈവത്തോട് ചോദിച്ച് മേടിക്കണേണ്. എൻ്റെ അവകാശമാണ് ഇത് തരേണ്ടത്, എനിക്കത് തന്നേ പറ്റൂ, എനിക്കത് കിട്ടി. നമ്മുടെ അപ്പച്ചനോടും അമ്മച്ചിയോടും അല്ലെങ്കിൽ നമ്മുടെ പാരൻസിനോട് എനിക്ക് വേണം എന്ന് പറഞ്ഞ് നമ്മൾ ചോദിച്ച് മേടിക്കൂലേ, ആ ചോദ്യം നമ്മൾ എത്രമാത്രം കുട്ടിക്കാലത്ത് നമ്മൾ ചോദിച്ച് നമ്മളത് മേടിച്ചെടുക്കുന്ന അതേ ലാഘവത്തോടു കൂടി ഇപ്പോഴും ചോദിക്കണം. കുട്ടികളുടെ മനസ്സ് കളങ്കില്ല, എനിക്കത് വേണം 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 വേണം, അമ്മ എനിക്ക് മേടിച്ച് തരുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളൊന്നും പിള്ളേർക്കില്ല. എനിക്കത് വേണം, അത് കിട്ടണം, കിട്ടിയേ പറ്റൂ. ശല്യമൂത്ത് നമ്മൾ മേടിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയിൽ, ആ ഒരു അവസ്ഥ പോലെ എനിക്കത് വേണമെന്നേ, എനിക്ക് തന്നോന്നേ, ഇത് തരാതെ പറ്റില്ല, അതിന് റീസൺ ഉണ്ടെന്നേ, എനിക്ക് കാരണങ്ങളുണ്ടെന്നേ, എനിക്കത് കൊടുത്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ, എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ നടക്കാനുണ്ടെന്ന് അറിയാവോ എന്ന് അതിന് റീസൺ വരെ നമ്മൾ പറഞ്ഞ് നമ്മുടെ ആ ഒരു ശക്തിനോട് മേടിച്ചെടുക്കണേണ്. ആ ശക്തി നമുക്ക് തന്നേ പറ്റൂ. അത് തീർച്ചയായിട്ടും കിട്ടും. നമ്മൾ ചോദിക്കുന്ന പോലെ ഇരിക്കും നമുക്ക് കിട്ടുന്ന പ്രതിഫലം. കരഞ്ഞ് തൂവി എനിക്ക് ദൈവമേ നമ്മൾ കുറേ പ്രാർത്ഥനയൊക്കെ ചൊല്ലി സഭ പഠിപ്പിച്ചേക്കുന്ന, അത് നമ്മുടെ ഈ ഒരു സമൂഹം പഠിപ്പിച്ചിരുന്ന കുറേ പ്രാർത്ഥനകളൊക്കെ എത്തിച്ച് അതല്ല, അത് നമ്മൾ എത്തിക്കില്ലേ കുറേ പ്രാർത്ഥനകൾ. എങ്ങനെ എത്തിക്കണത്? കാണാപ്പാടം പഠിച്ചു വെച്ചവനാണ് അല്ലേ, ആ കാണാപ്പാടെ മനപ്പാടം പഠിച്ചു വെക്കുന്ന കുറേ പ്രാർത്ഥനകൾ ഇങ്ങനെ റിപ്പീറ്റായിട്ട് ചെത്തിക്കൊണ്ടിരിക്കും. അതിലെന്തിനും വ്യക്തതയുണ്ടോ? അത് നമ്മൾ എന്തിനും മനസ്സിലോട്ട് എടുക്കുന്നുണ്ടോ? ഇല്ല. നമ്മളിങ്ങനെ പാടിക്കൊണ്ടിരിക്കും ഈ പ്രാർത്ഥനകൾ അല്ലേ. നമ്മൾ മനസ്സ് സമർപ്പിച്ച് ഒരു പ്രാർത്ഥന എഴുതിയാൽ മതി. എൻ്റെ ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ നീ എനിക്കത് ചെയ്തു തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, ഇതെനിക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിന് നന്ദി. ഇത് ഒരു അവിശ്വാസവുമില്ലാതെ കണ്ടിന്യൂസ്ലി നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് കിട്ടിയിരിക്കും, തീർച്ചയാണ്. പിന്നെ അതുപോലെ അത് കിട്ടിക്കഴിയുമ്പോൾ സന്തോഷം നമ്മൾ അനുഭവിക്കണം. ദൈവമേ എനിക്ക് നന്ദി, ദൈവമേ തന്നല, ഞാൻ ഇത്രമാത്രം വിഷമിച്ച് എൻ്റെ ദൈവം എനിക്ക് തന്നല, നന്ദി 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 മഹാപ്രപഞ്ചമേ, നന്ദി നന്ദി ദൈവമേ, താങ്ക് യു ഗോഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അത് പറയുമ്പോൾ, നമ്മൾ ആ താങ്ക്സ് പറയുമ്പോൾ നമ്മുടെ സങ്കടം, നമ്മുടെ കണ്ണൊക്കെ നമുക്ക് നിറഞ്ഞു തന്നെ. അത്രയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വേണം നമ്മൾ ഈ നന്ദി പറയാൻ, അറിയാവോ? അത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന
അതിൻ്റെ ഒരു ആൻസർ ഇല്ലേ, അതിൻ്റെ ഒരു പ്രതിഫലം വലുതായിരിക്കും. ചോദിക്കൂ, ലഭിക്കൂ, തീർച്ചയാണ്. താങ്ക് യു.